VH ആണോ? മിന്നല് ഇല്ല, മിന്നൽ ഇപ്പൊ എന്റെ VH-ലോട്ടൊന്നും പിന്നെ ഇല്ല. എങ്ങോട്ടും ഇല്ല എന്റെ പിന്നെ. ഉച്ചക്കാ നിങ്ങൾ പറയുന്നത്. ഇപ്പോഴേ പറഞ്ഞ ഹെയ്റ്റ് കുറയുന്നൊക്കെ എന്താ പറയുന്നത്? ഇപ്പഴേ പറഞ്ഞ അത് സത്യം, ഇപ്പഴേ പറഞ്ഞ ഹീറ്റ് പറയും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അപ്പുറത്തേക്കുന്ന കുറുപ്പാണേലും ഇപ്പുറത്തേക്കുന്ന സേതു ആണേലും എല്ലാം മാസിലെ പ്ലേയേഴ്സ് ആണ്. അത് മാത്രമേ ഉള്ളൂ. വന്നല്ലോ. എന്നെ തെറി പറഞ്ഞവർക്ക് അവരോടൊന്നും ഞാനൊന്നും പറയാനില്ല എനിക്ക്. അല്ല സേതു, എന്ത് എന്തൊക്കെ പറഞ്ഞാല് ഇപ്പുറത്തേക്കുന്ന കുറുപ്പാണേലും അപ്പുറത്തേക്കുന്ന സേതു ആണേലും എല്ലാരും മാസിലെ പ്ലേയേഴ്സ് തന്നെയാണ്. നമുക്കത്രേ ഉള്ളൂ. മിന്നലിനോട് VH-ലോട്ട് വരുന്നത് ഇത് ചാറ്റില് ഇപ്പോഴേ പറഞ്ഞ ഹേറ്റ് കുറയുന്നൊക്കെ. ഓരോരുത്തർക്ക് അവരൊരു ഇഷ്ടമുള്ളിടത്ത് കളിക്കും, മനസ്സിലായോ? അവർക്ക് എവിടെയാണോ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ കളിക്കും. അതിനകത്ത് ഇപ്പോൾ ഒന്നും പറയില്ല. ഇപ്പൊ നിങ്ങൾ കിടന്നത് ആളെ പിടിച്ചിട്ട് എന്തോ കാര്യം? നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കുക. ഓരോരുത്തർ നിങ്ങളുടെ ആരുടെയും ചിലവിലല്ല, ഓരോരുത്തർ PC വാങ്ങിച്ച് നെറ്റും റീചാർജ് ചെയ്ത് ഇരുന്ന് മണിക്കൂറുകൾ ഇരുന്ന് ഗ്രൈൻഡിങ് ചെയ്ത് ഗെയിം കളിക്കുന്നത്, മനസ്സിലായോ? അത് ആരുടെ ഇഷ്ടത്തിന് നിൽക്കാനല്ല, അത് അവരവരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടമാണ്. എവിടെ കളിക്കണം, എവിടെ ഗ്രൈൻഡ് ചെയ്യണം, എല്ലാം മനസ്സിലായോ? അപ്പോൾ വിടും. ഇവിടുന്ന് മാസിൽ നിന്ന് തന്നെ എത്ര പ്ലെയേഴ്സ് ഏതെല്ലാം ഗ്യാങ്ങിൽ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ ഗ്യാങ്ങിൽ പോയിട്ടുണ്ട്. TV-യിൽ കളിക്കുന്നുണ്ട്, പല ഗ്യാങ്ങിൽ കളിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരുടെയും പുറകിന് ഹെയ്റ്റ് ഉണ്ടാക്കാനോ അവർക്ക് ഹെയ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്റ്റോറി ഇട്ട് അവരെ ഇത് ചെയ്യാനോ അല്ല, ഇതിനൊന്നും നമ്മളാരും നിന്നിട്ടില്ല, മനസ്സിലായോ? കംപ്ലൈന്റ് പറയാനാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കംപ്ലൈന്റ് കൂടുതൽ പറയാനോ കംപ്ലൈന്റ് പറയേണ്ടത് വേണ്ട, നമ്മളാണ്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറഞ്ഞത്. കാര്യം ഞങ്ങൾ ഓരോരോ പ്ലേയേഴ്സിനെ ഫ്രം നിങ്ങളൊക്കെ ഓരോരുത്തരെ ഈ അത്യാവശ്യം പോപ്പായതിനു ശേഷമായിരിക്കുമല്ലോ കാണുന്നത്. നമ്മൾ ഓരോരുത്തരെ ഭയങ്കര അവരുടെ ലോ സ്റ്റേജിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന പിള്ളേരുണ്ട്. അതിപ്പോൾ ഈവൻ റെക്സ് ആയാലും മിന്നലായാലും ആരായാലും അവരൊക്കെ അങ്ങനെ വന്നവരാ. അവരെയൊക്കെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വെടിവെക്കാൻ പോലും അറിയാത്ത പയ്യന്മാരെ കൊണ്ടുവന്നിരുന്ന് കളിപ്പിച്ച് മണിക്കൂറുകൾ, അത്രയൊന്നും ഇല്ല. ആരും അത്രയൊന്നും എഫേർട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഗ്യാങ്ങും കമ്മ്യൂണിറ്റിയിൽ വേറെ ഇടുന്നുണ്ടെന്ന്. നമ്മൾ കൂടെ ഇരുത്തി കളിപ്പിച്ച് ഇമ്പ്രൂവ് ആക്കി സെറ്റാക്കി കൊണ്ടുവന്നതിന് ശേഷം പല പല ഗ്യാങ്ങിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇന്നേ വരെ ഒരാൾക്ക് ഒരു ഹെയ്റ്റ് കൊടുക്കാനോ നെഗറ്റീവ് പറയാനോ അപ്പുറത്ത് പോയാൽ, മനസ്സിലായോ? അപ്പോൾ അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവന്മാർക്ക് പോകുന്നെങ്കിൽ അവർ അവിടെ പോയി കളിക്കട്ടെ, ബെറ്റർ ആവട്ടെ എന്ന് നമ്മൾ കാണത്തുള്ളൂ. അതിപ്പം പയ്യന്മാർക്ക് ഇപ്പോൾ എവിടെ കളിക്കണമെന്നാണേലും ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കത്തുള്ളൂ. അതിപ്പം RC7 കളിക്കാനാണ് ഇൻട്രസ്റ്റ് എന്ന് എൻ്റെ അടുക്ക് ഒരാൾ പറഞ്ഞു. ബ്രോ, നമ്മൾ ആരും ഹെയ്റ്റ് അതിന് കൊടുക്കുന്നില്ല. ബ്രോ, ഹെയ്റ്റ് കൊടുക്കുന്നില്ലെന്ന് മാത്രം നിങ്ങൾ പറയല്ലേ. എന്നിട്ട് എത്ര പേരാണ് ഇവനെ അൺസബ് അടിച്ചത്? അത് ഹെയ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? എത്ര പേര് ഇവനെ തെറി വിളിച്ച്? അത് ഹെയ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? ഗൂഗിൾ പേയിൽ മെസ്സേജ് ഇട്ട് തെറി വിളിച്ചായിരുന്നു. അതാണ് ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് ഇട്ട് തെറി വിളിക്കുന്നത്. അത് ഹെയ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഹെയ്റ്റ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബ്രോ അത് നമ്മൾ ഇതാക്കുന്നത്? നിങ്ങൾ ഹെയ്റ്റ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഹെയ്റ്റ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാൾ അവൻ ഗ്രൈൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ ഗ്യാങ്ങിൽ അവർ മറ്റേ മോണിറ്ററിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലേ ടൈം ഇവനാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ ഉള്ളതിൽ. ഇവനെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ നിന്നൊരു പയ്യനത്, മനസ്സിലായ? എന്നിട്ട് നിങ്ങൾ പിന്നെ ഹെയ്റ്റ് കൊടുക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന കാര്യം ഹെയ്റ്റ് ഉണ്ടടാ. എല്ലാരും അല്ല ഞാൻ പറയുന്നേ, ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല എല്ലാരും അതുപോലല്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാരും അല്ല. അങ്ങനെ നല്ലോണം നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ സ്റ്റിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായ? എടാ, റാംബോ പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ അതുകൂടെ പറയാം. ഇങ്ങനെ ഒരു കേസ് എന്ന് പറയുമ്പം ഒരു കണ്ടന്റ് ചെയ്യാണ്, മനസ്സിലായോ? എന്ന് പറയുമ്പം ഒരാളെ ഒരു റിക്രൂട്ട് ഒരു ഗ്യാങ്ങിലോട്ട് എടുക്കുന്നു എന്ന് പറയുമ്പം അതൊരു കണ്ടന്റാ. എന്ന് പറയുമ്പോൾ അവരത് പ്ലാൻ ചെയ്ത് ഒരു ഇവന്റ് പോലൊക്കെ സെറ്റാക്കാൻ പല പ്ലാൻസ് കാണും അവർക്ക്, മനസ്സിലായോ? ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. അതൊക്കെ മുന്നേ റിവീൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ശോകമായിട്ടുള്ളൊരു പരിപാടിയാണ്, മനസ്സിലായോ? അത് കുറച്ച് ശോകം. കാര്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറയില്ല, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഗ്യാങ്ങിൽ നിന്നും പലരും പോയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഇപ്പം ഇവൻ TV-യിൽ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ റിക്രൂട്ട് എടുക്കുന്നു, നമ്മളത് സ്റ്റോറി ഇട്ട് റിവീൽ ചെയ്യാനോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇവൻ ഇറങ്ങിപ്പോയി ഇവൻ ഇനി നമ്മുടെ പാർട്ടല്ലെന്ന് പറയാനോ
അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോട് ഈവൻ നമ്മൾ കൂടെയുള്ളവരോട് തന്നെ ഈവൻ മൗത്ത് കൊണ്ട് പറയാൻ പോലും നമ്മൾ നിന്നിട്ടില്ല. മനസ്സിലായോ? അത് ഞങ്ങളെന്നല്ല, ഇന്നേ വരെ ഏറ്റവും വലിയ അടിയായിട്ടുണ്ട് T47 T47 നിന്ന് വരെ പല പ്ലേയേഴ്സ് TVയിൽ കയറിയിരിക്കുന്നു. അവരും നിന്നിട്ടില്ല. പല പല ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടം പോലെ ഗ്യാങ്സ് ഉണ്ട്. ഇവരെ ആരും ചെയ്യാത്തൊരു കേസാണ് അത്. ഇന്നേ വരെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് റിയാക്ട് ചെയ്യൂടാ. അതിപ്പോൾ പുള്ളി റിയാക്ട് ചെയ്തത് പുള്ളിയുടെ രീതിക്കായി പോയി. അതാണ് ഇപ്പം ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. അത് ഓരോരുത്തർ അത്രയും ദേഷ്യം വന്ന് പുള്ളി റിയാക്ട് ചെയ്തതാ. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. കുത്തിത്തിരിപ്പ് ടീംസ് ഉണ്ട് ബ്രോ. അങ്ങനെയുള്ള ഫാൻസായി കാണല്ലേ. ആടാ സത്യം കുത്തിത്തിരിപ്പ് ടീമുണ്ട്. അതെനിക്ക് കുറച്ച് എന്താ എനിക്ക് മനസ്സിലാവും. ബ്രോ സ്റ്റോറി ഇട്ടില്ല, 8 വന്നിട്ട് പോയടാ ചുമ്മാ ഇത് ഈ RP തൊലിക്കാനിരിക്കുന്നത്. ബ്രോ 6 കൊല്ലമായിടാ നമ്മളെല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാനായാലും കൽനായകായാലും ഇവിടെ ഉള്ളവരെല്ലാം നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല ഇത് ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്. നിനക്കൊന്നും എന്തോ ഹെയ്റ്റ് എന്നറിയോ? എനിക്കൊക്കെ കിട്ടിയതിന്റെ പകുതി ഹെയ്റ്റ് ഒന്നും എനിക്ക് ഒരാൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാകത്തില്ല. മനസ്സിലായ? അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യും. 8 വണ്ടിയൊന്നും കൊണ്ട് എൻ്റെ അടുക്കിലോട്ട് വരണ്ട. അത് വേറെ കേസ്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. അത് നിങ്ങൾ പുതിയ ഓഡിയൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹെയ്റ്റ് അത് ഇതെന്നൊക്കെ ഇപ്പൊ ഈ പറയുന്നത്. ഞാൻ പറയാലോ, ഹെയ്റ്റൊക്കെ ഇതിന്റെയൊക്കെ പീക്ക് കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു വലിയൊരു പ്രശ്നമേ അല്ല. പക്ഷെ അതുപോലെയല്ല എല്ലാ പിള്ളേരും. നിനക്ക് ഹെയ്റ്റ് പറഞ്ഞാൽ നീ എനിക്കാ, ഞാൻ ഡീൽ ചെയ്ത് തരാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വിഷയമുള്ള കേസല്ല. പക്ഷെ ബാക്കിയുള്ള പിള്ളേർ അങ്ങനല്ല. അവരൊക്കെ പുതിയതാണ്. അവര് കഷ്ടപ്പെട്ടിരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. PvP മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സെറ്റായിട്ട് വരുന്ന ആൾക്കാർ. അതൊക്കെ ഡിഫറെന്റ് ആണ് ഓരോരുത്തരുടെ ഇത്. ഓഫ് കോഴ്സ്. ഹലോ, 2 വാക്ക് പറയൂ. ഹേറ്റിനെ പറ്റി 2 വാക്ക് പറയൂ. എന്താണ് ഹേറ്റിനെ പറ്റി പറയേണ്ടത്? 2 വാക്ക് പറയൂ. KVA TVA എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അപ്പൊ ഈ കുത്തിത്തിരിപ്പ് ടീംസ് ഉണ്ട് ബ്രോ. എടാ ഉണ്ടടാ, എല്ലായിടത്തും ഉണ്ടടാ, എല്ലായിടത്തും ഉണ്ട്. യോ കുറുപ്പേ ലൈവാണോ? TVനെ അടിക്കണം. അപ്പാപ്പന്റെ ആര് ലൈവ്? കുറുപ്പേ എടാ ചാറ്റി കിടന്ന് എന്തെങ്കിലും കൊണയ്ക്കാനുള്ളവന്മാർക്ക് ഞാൻ ഡിസ്കോഡിലോട്ട് പോവാ. ഞാൻ ജനറൽ ചാറ്റി കാണും. നേരിട്ട് വന്ന് കൊണ. അതിനുള്ള ലിങ്ക് ഇട്ട് തരാം. അതിനു വേണ്ടി അണ്ടിക്കുറപ്പുണ്ടെ കയറുക. വേണ്ടി ഇവിടെ വന്നിരുന്ന് കൊണ. സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് താളം അടിക്കാന്ന് നട്ടലുള്ളവന്മാരുണ്ടെങ്കിൽ നേരിട്ട് വാ. ഫുൾ ടൈം ഓപ്പൺ ആണ് ഇതിനൊക്കെ. ഫുൾ ടൈം ഓപ്പണാ. കാര്യം പറയാലോ. ഞാൻ കാര്യം പറയുന്നത് നിങ്ങൾ ഞാൻ ആരോട്